ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ പ്രയാണം ചെയ്യുകയായിരുന്നു. ഏതാനും നാളുകൾക്ക് മുമ്പ് കഠിന അടിമവേല ഹേതുവായി ഇസ്രായേൽ ജനം നിലവിളിച്ച് വലഞ്ഞ് കരഞ്ഞ് നിത്യനായ ദൈവം ഇറങ്ങി വന്ന് ഇസ്രായേൽ ജനത്തിൻ്റെ കരച്ചിൽ കേട്ട് അവരെ വിടുവിച്ചു. മോശയെ ദൈവം തൻ്റെ കരങ്ങളിൽ ഉപയോഗിച്ചു. നല്ലൊരു തുടക്കം കിട്ടി. പക്ഷേ തുടങ്ങി അധികം കഴിഞ്ഞില്ല. ഇതാ വലിയൊരു പ്രശ്നം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വരാം. നല്ലൊരു വിവാഹം, പക്ഷേ വിവാഹം കഴിഞ്ഞു അധികം നാൾ കഴിഞ്ഞില്ല, പ്രശ്നങ്ങൾ ഉരുണ്ടുകൂടി വരാൻ തുടങ്ങി. കാർമേഘം ഉരുണ്ടുകൂടുന്നത് പോലെ പ്രശ്നങ്ങൾ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാം. ഒരു ചെറിയ വാക്കിൽ തുടങ്ങിയതാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരം. ഇപ്പോഴിത് വിവാഹം കഴിഞ്ഞ് അധികം നാളായില്ല, നമുക്ക് പിരിയാമെന്ന് പരസ്പരം പറയുന്നു. പ്രിയപ്പെട്ടവരെ, വലിയ പ്രശ്നമാണത്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുതെന്നുള്ള ദൈവിക കൽപ്പനയിരിക്കെ പിശാച് മനുഷ്യ ഹൃദയങ്ങളിൽ പ്രവർത്തിച്ച് അവൻ കുടുംബത്തെ പിരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. കോടതിയിൽ പോയി തുടങ്ങിയുള്ളൂ. അപ്പനും അമ്മയും കൂലിവേലയെടുത്ത് ബാങ്ക് ലോൺ എടുത്ത് കുഞ്ഞിനെ പഠിപ്പിക്കാൻ ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ അല്ല വിദേശ രാജ്യത്തേക്ക് വിട്ടു. അധികം നാൾ കഴിഞ്ഞില്ല, പെട്ടെന്നാണ് ചില കൂട്ടുകെട്ടുകൾ പിന്നീട് അവനെ നിർബന്ധിച്ചും അവനെ ഉത്സാഹിപ്പിച്ചും അവന് ചില മയക്കുമരുന്നുകൾ കൊടുക്കുന്നു. ഇപ്പോഴിത് അവൻ അതിൻ്റെ അടിമയായി തീർന്നിരിക്കുന്നു. മാത്രമല്ല, അവൻ മയക്കുമരുന്ന് വിൽക്കുന്നവനായി തീർന്നിരിക്കുന്നു. എന്തൊരു വലിയ പ്രതിസന്ധിയാണ്. ചെറിയൊരു പനി വന്നു ശരീരത്തിൽ. സാരമില്ല, ഒരു പനിയല്ലേ. പക്ഷേ ശരീരത്തിന് പതിവില്ലാത്ത ക്ഷീണം. ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ടെസ്റ്റ് ചെയ്തപ്പോഴല്ലേ മനസ്സിലാകുന്നത് ക്യാൻസറാണ്. എൻ്റെ 4th സ്റ്റേജ് ആയിക്കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ അനേക പ്രശ്നങ്ങൾ. നന്നായിട്ട് ബിസിനസ് പോവുകയായിരുന്നു, കുഴപ്പമൊന്നുമില്ല, പ്രത്യേകിച്ച് കണക്കൊന്നും കൂട്ടിയില്ല, എങ്കിലും ലാഭമുണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷേ പെട്ടെന്നല്ലേ അറിയുന്നത് കോടിക്കണക്കിന് രൂപ കടബാധ്യതയുടെ അടിമയാണെന്ന്. ഇങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങൾ. ഇസ്രായേൽ മക്കൾ മുന്നോട്ട് പോയപ്പോൾ വലിയ പ്രശ്നം, വലിയ ചെങ്കടൽ. കർവയാൽ നിത്യനായ ദൈവം അതിന് പരിഹാരം കൊടുത്തു. എന്നാൽ ഈ പ്രശ്നം വന്നപ്പോൾ ഇസ്രായേൽ ജനം മറുതലിക്കുകയാണ്, ചോദ്യം ചെയ്യുകയാണ്. 14-ാം അധ്യായം പുറപ്പാട് പുസ്തകം 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, മിസ്രൈമ്യർക്ക് വേല ചെയ്യുവാൻ ഞങ്ങൾ വിടണമെന്ന് ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് നിന്നോട് പറഞ്ഞില്ലയോ? മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിസ്രൈമ്യർക്ക് വേല ചെയ്യുന്നതായിരുന്നു നല്ലത് പറയുകയാണ്. അവർ മോശയോട് മിസ്രൈമിൽ ശവക്കുഴിയില്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നത്? കർത്താവിന് സ്തോത്രം. ഫറവോൻ അടുത്ത് വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രൈമർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ ദൈവത്തോട് നിലവിളിച്ചു. വലിയൊരു പ്രതിസന്ധി മോശ നേരിടുകയാണ്, കൂടെ ഇസ്രായേൽ ജനവും. മോശയ്ക്ക് 2 പ്രശ്നമാണ്, അല്ല 3 പ്രശ്നം. ഒന്ന്, ഫറവോൻ്റെ സൈന്യം പിന്നാലെ വരുന്നു. മുന്നിൽ ചെങ്കടല്. അതിലും വലിയ പ്രശ്നം, കൂടെയുള്ളവർ മോശയെ എതിർക്കുന്നു. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കൂടെയുള്ളവർ ചേർന്ന് നിന്നാൽ ഒരു ദൈവദാസനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കരുത്താണ്. എന്നാൽ കൂടെയിരുന്നവർ പിന്നിൽ നിന്ന് കുത്തുക, കൂടെയിരുന്നവർ മുന്നിൽ നിന്ന് ചോദ്യം ചെയ്യുക, കൂടെയിരുന്നവർ സംശയിക്കുക, കൂടെയുള്ളവർ അവിശ്വസിക്കുക, അനുസരിക്കാതിരിക്കുക, അത് ഒരുപക്ഷെ ഒരു ദൈവദാസനെ മുന്നോട്ട് നയിക്കുന്നതിന് വലിയ തടസ്സമാണത്. കൂടെയിരുന്നവരെ എതിരായി ചിന്തിക്കുക, കൂടെ ഇരുന്നവർ കൂടെ നിൽക്കാതിരിക്കുക. മോശ വലിയ പ്രതിസന്ധി നേരിട്ടു. കൂടെ യാത്ര പുറപ്പെട്ടവരിപ്പോൾ എതിരായിരിക്കുന്നു, മോശയ്ക്കെതിരായി സംസാരിക്കുകയാണ്. ഞാൻ ദൈവമക്കളോടൊന്ന് പറയാം, നിങ്ങളെന്നും നിങ്ങളെ നടത്തുന്ന ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് കൈത്താങ്ങൽ കൊടുക്കണം, അവരോട് ചേർന്ന് നിൽക്കണം. അവർക്കൊരു തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരോട് സ്നേഹമുണ്ടെങ്കിൽ, അവർക്കൊരു തെറ്റുണ്ടെങ്കിൽ ആരുമില്ലാതിരിക്കെ അവർക്ക് ഒറ്റയ്ക്കായിട്ട് അവരെ ഫോൺ ചെയ്തോ അല്ലെങ്കിൽ അവരോട് പേഴ്സണലായിട്ടോ പറഞ്ഞു കൊടുക്കാം, അത് നല്ലതാണ്. പക്ഷേ ഒരു ദൈവദാസൻ്റെ കുറ്റം നിങ്ങൾ മറ്റാരോടും, സഭയിലെ മറ്റാരോടും ഷെയർ ചെയ്യരുത്, അവരോട് ഡിസ്കസ് ചെയ്യരുത്. അത് നിങ്ങൾക്ക് വലിയ വിനയായിത്തീരും, വലിയ അപകടമായിത്തീരും. മോശയെ പരസ്യമായി ഇസ്രായേൽ ജനം അധിക്ഷേപിച്ചു. പക്ഷേ മോശയ്ക്കറിയാം ആരാണ് തന്നെ വിളിച്ചത്. അന്ന് തൻ്റെ അമ്മായപ്പനായി യെത്രോവിൻ്റെ ആടുകളെ നോക്കൊണ്ട് മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ മുൾപ്പടർപ്പിൽ തീയായി വെളിപ്പെട്ടത് ആരാണ്?
മോശയും തന്നെ വിളിച്ചത് ആരാണെന്ന് മോശയ്ക്കറിയാം. ആ നൈൽ നദിയിൽ തീർന്നു പോകേണ്ടതിൻ്റെ ജീവിതം നൈൽ നദിയിൽ നിന്ന് പൊക്കിയെടുത്ത് ആരാണെന്ന് മോശയ്ക്കറിയാം. ആ മിസ്രൈമി കൊട്ടാരത്തിൽ തന്നെ പുറപ്പെടുവിച്ചത് ആരാണെന്ന് മോശയ്ക്കറിയാം. മോശ പതറിയില്ല. മോശ എന്താണ് ചെയ്തത്? ഇസ്രായേൽ മക്കൾ അങ്ങനെ എന്നപ്പോൾ മോശ ജനത്തോട് പറയുകയാണ്. അതിനെ മോശ ജനത്തോട് 13-ാമത്തെ വാക്യം, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനുള്ള രക്ഷ കണ്ടുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. ഒരു ദൈവദാസൻ ജനത്തെ ബലപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ വേല ചെയ്യുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠരായ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നാം തളരരുത്. നാം തളർന്നാൽ നമ്മുടെ കൂടെയുള്ളവർ തളരും. നാം നിരാശപ്പെടരുത്. നാം വാടിപ്പോകരുത്. നമ്മുടെ മുന്നിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, കൂടെയുള്ളവർ ഒറ്റപ്പെടുത്തുമ്പോൾ, വലിയ പ്രതിസന്ധികളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നാം വാടിപ്പോകരുത്. ഇത് വേണ്ടായിരുന്നു, മുഴുവൻ സമയം കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങണ്ടായിരുന്നു, അന്ന് എനിക്ക് എത്ര ജോലി കിട്ടിയതാണ്, അങ്ങ് പൊക്കോളായിരുന്നു. അങ്ങനെ ചിന്തിക്കരുത്. വിട്ടതും വെറുത്തതും വ്യർത്ഥമല്ല എന്ന് ഞാൻ ദൈവമക്കളെ ഓർപ്പിക്കട്ടെ. കർത്താവിൻ്റെ പ്രിയ വേലക്കാരെ, ജനമെതിരാകുമ്പോൾ, സാഹചര്യം എതിരാകുമ്പോൾ നിങ്ങൾ ബലപ്പെടണം. മോശ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, ഞാനല്ല യഹോവ എന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. വീണ്ടും മോശ പറയുകയാണ്, നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ല. ഹല്ലേലൂയ. മോശയുടെ മുമ്പിൽ 2 വലിയ പ്രതിസന്ധികളല്ല, 3 പ്രതിസന്ധികൾ. ഒന്ന് ജനത്തെ ഒന്ന് മയപ്പെടുത്തണം, ഒന്ന് നയത്തിലാക്കിയെടുക്കണം, ചെങ്കടൽ വിഭാഗിക്കപ്പെടണം, പുറകെ വരുന്ന മിസ്രൈമിയ സൈന്യം പരാജയപ്പെടണം. വലിയ 3 പ്രശ്നങ്ങളുടെ മുമ്പിൽ മോശ നിൽക്കുകയാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ മോശ എന്ത് ചെയ്തു? ദൈവത്തിന് സ്തോത്രം. മോശ കവിണ്ണു വീണ് കരഞ്ഞു. പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, ദൈവത്തോട് അറിയിക്കുക, സ്തോത്രത്തോടെ അറിയിക്കുക, കരച്ചിലോടെ അറിയിക്കുക, ഉപവാസത്തോടെ അറിയിക്കുക. ദൈവം പ്രവർത്തിക്കും. എങ്ങനെയാണ് ദൈവം പ്രവർത്തിച്ചത്? ഹല്ലേലൂയ. ഇസ്രായേൽ ജനം മുന്നോട്ട് പോയി ചെങ്കടൽ വിവാഹിക്കപ്പെട്ടു നമുക്കറിയാം. എന്നാൽ അവിടെ നടന്ന മറ്റൊരു അത്ഭുതമാണ്, ഫറവോനെയും അവൻ്റെ സൈന്യത്തെയും ഇനി കാണുകയില്ല എന്ന് മോശയുടെ നാവിലൂടെ ദൈവം പറഞ്ഞ അത്ഭുതം ദൈവം നിവർത്തിച്ചത്. എങ്ങനെയാണ് ദൈവം പ്രവർത്തിച്ചതെന്ന് നമുക്ക് തിരുവചനത്തിലേക്ക് തിരിഞ്ഞു നോക്കി വായിക്കാം. 19-ാമത്തെ വാക്യം, അനന്തര ഇസ്രായേലിൻ്റെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവത്തിൻ്റെ ദൂതൻ അവിടെ നിന്ന് മാറി അവരെ പിന്നാലെ നടന്നു. മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്ന് മാറി അവരെ പിമ്പിൽ പോയി നിന്നു. ഇസ്രായേൽ ജനത്തെ നടത്തുവാൻ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമുണ്ട്. എന്നാൽ അവർക്ക് പ്രതിസന്ധി വന്നപ്പോൾ ഈ ദൈവത്തിൻ്റെ ദൂതനും മേഘസ്തംഭവും ഇസ്രായേൽ മക്കളുടെ പിന്നിൽ പോയി നിന്നു. രാത്രി മുഴുവനും മിസ്രൈമ്യരുടെ സൈന്യവും ഇസ്രായേലിൻ്റെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അവരുടെ മധ്യയെ വന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മെ ആക്രമിക്കാതെ നമ്മുടെ മധ്യത്തിൽ വന്ന് നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ ആക്രമിക്കുന്നവരുടെയും നമ്മുടെയും മധ്യത്തിൽ വന്ന് ഇറങ്ങി നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെ നീ ഭയപ്പെടേണ്ട. നീ പല ഭീഷണികൾ നേരിടുന്നുണ്ടോ? നീ പല കേസുകളും നിൻ്റെ മേലെ കള്ളക്കേസുകൾ കെട്ടിച്ചമച്ച് നിന്നെ കേസിലാക്കി കുടുക്കി ജയിലിലടയ്ക്കാൻ ആരെങ്കിലും പരിശ്രമിക്കുന്നുണ്ടോ? നിരാശപ്പെടേണ്ട. നിൻ്റെയും അവരുടെയും മധ്യത്തിൽ നിന്ന് നിനക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇസ്രായേൽ മക്കളുടെ മധ്യത്തിൽ ജീവനുള്ള ദൈവം ഇറങ്ങി നിന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ എന്താണ് സംഭവിച്ചത്? രാത്രി മുഴുവനും മിസ്രൈമ്യരുടെ സൈന്യവും ഇസ്രായേലിൻ്റെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യേ വന്നു. അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു, ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. ഫറവോനും സൈന്യത്തിനും അന്ധകാരം, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഇസ്രായേൽ ജനത്തിന് മേഘവും വെളിച്ചവും, അവർ മുന്നോട്ട് പോവുകയാണ്. ഇസ്രായേൽ ജനത മുന്നോട്ട് നീങ്ങുമ്പോൾ ഫറവോനും സൈന്യവും അവിടെ സ്റ്റക്കായിപ്പോയി. അതെ, ഏതെല്ലാം പ്രതിസന്ധികൾ വന്നാലും ദൈവജനത്തെ ദൈവം മുന്നോട്ട് നയിക്കും. മിസ്രൈമ്യ ജനവും ഫറവോനും സ്റ്റക്കായി, അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഇരുട്ടാണ്. ദൈവം എന്താണ് ചെയ്തത്? ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തെ ദൈവം ഇടത്തും വലത്തുമായി ചെങ്കടലിനെ വിഭാഗിച്ച് നിർത്തി, ചിറ പോലെ വെള്ളം നിർത്തി ഇസ്രായേൽ ജനത്തെ ചെങ്കടൽ കടത്തി. പക്ഷേ 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മിസ്രൈമ്യർ പിന്തുടർന്നു. ഫറവോൻ്റെ കുതിരയും രഥവും കുതിരപ്പടിയും എല്ലാം അവരുടെ പിന്നാലെ കടലിൻ്റെ നടുവിലേക്ക് ചെന്നു. 350 കിലോമീറ്റർ ഉള്ളതായ കടലിൻ്റെ നടുവിലേക്ക് ആ വലിയ സൈന്യം രഥങ്ങളും കുതിരകളുമായി ചെന്നു. അവർക്ക് ഉത്സാഹം, ഞങ്ങളിപ്പോൾ ഇസ്രായേൽ ജനത്തെ കീഴടക്കും, ഞങ്ങളിപ്പോൾ അവരെ തോൽപ്പിക്കും. ഫറവോൻ്റെ സൈന്യം മുന്നേറുകയാണ്. ദൈവം എന്താണ് ചെയ്തത്?
പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘസ്തംഭത്തിൽ നിന്ന് മിസ്രൈമേ സൈന്യത്തെ നോക്കി മിസ്രൈമേ സൈന്യത്തെ താറുമാറാക്കി. അതേ, യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നാം യുദ്ധം ചെയ്യേണ്ട. നമുക്കെതിരായിട്ട് പറഞ്ഞവരോട് യുദ്ധം ചെയ്യേണ്ട. നാം എതിർവാക്ക് പറയണ്ട. നാം അവർക്ക് വേണ്ടി ഭീഷണി മുഴക്കണ്ട. നാം അവരോട് കോപിക്കേണ്ട. ദൈവം നമുക്ക് വേണ്ടി സംസാരിക്കും. അതേ പ്രിയ മകനെ, നീ പാവപ്പെട്ടവനാണ്. നിനക്ക് വലിയ സ്വാധീനങ്ങളില്ല. നിനക്ക് വേണ്ടി വാദിക്കാൻ അഡ്വക്കേറ്റുകളില്ല. നിനക്ക് വേണ്ടി സംസാരിക്കാൻ മറ്റാരുമില്ല. പക്ഷേ ഞാനൊരു കാര്യം നിന്നോട് പറയാം, നിനക്ക് വേണ്ടി വാദിക്കാൻ സ്വർഗത്തിലൊരു ദൈവമുണ്ട്. എൻ്റെ ജാമിക്കാർ സ്വർഗത്തിലുണ്ട് ദൈവത്തിന് വചനം പറയുന്നു. നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ദൈവമുണ്ട്. മോനെ, നീ വലിപ്പത്തിൽ ചെറുതായിരിക്കാം, നീ കുടുംബത്തിൽ ചെറുതായിരിക്കാം, നീ കാഴ്ചയിൽ ചെറുതായിരിക്കാം, നീ ജോലിയിൽ ചെറുതായിരിക്കാം, വരുമാനത്തിൽ ചെറുതായിരിക്കാം, പക്ഷെ നിനക്ക് വേണ്ടി അത്യുന്നതൻ വാദിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില കേസുകളിൽ കുടുക്കി പിശാചിട്ടിട്ട് മുന്നോട്ട് പോകാൻ വഴിയില്ലാതെ വലയുന്നവരാരെങ്കിലും നീ വാക്കുകൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് വ്യക്തിപരമായി പറയട്ടെ, നിങ്ങൾക്ക് വേണ്ടി സ്വർഗം വാദിക്കും. ഹല്ലേലൂയ. എന്താണ് സംഭവിച്ചത്? 25-ാമത്തെ വാക്യം, അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി ദൈവം. അതുകൊണ്ട് മിസ്രൈമ്യർ, നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോക, യഹോവ അവർക്ക് വേണ്ടി മിസ്രൈമ്യരോട് യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. മിസ്രൈമ്യർക്ക് മനസ്സിലായി യഹോവയാണ് ഇസ്രായേലർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതെന്ന്. അവർ പറഞ്ഞു, ഇനി പോയിട്ട് കാര്യം, നമുക്ക് മടങ്ങിപ്പോകാം. എന്നാൽ അപ്പോൾ യഹോവ മോശയോട്, വെള്ളം, ചിറ പോലെ നിൽക്കുന്ന വെള്ളം മിസ്രൈമ്യരുടെ മേലും അവരുടെ രഥത്തിൻ്റെ മേലും കുതിരപ്പടയുടെ മേലും മടങ്ങി വരേണ്ടതിന് കടലിന്മേൽ കൈ നീട്ടുക എന്ന് പറഞ്ഞു. ഏത് കൈ കൊണ്ടാണോ അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നത്, അതേ കൈ കൊണ്ട് അനുഗ്രഹത്തിൻ്റെ വാതിൽ അടയ്ക്കുകയാണ്. അതേ ഒരു ദൈവത്തിൻ്റെ അഭിഷിക്തന് ദൈവം കൊടുത്തിരിക്കുന്നത് കെട്ടുവാനും അഴിപ്പാനുള്ള അധികാരമാണ്, തുറക്കാനും അടയ്ക്കാനുള്ള അധികാരമാണ്. മറക്കരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, പാവപ്പെട്ട ദൈവമക്കളെ നിങ്ങൾ വെറുതെ വിഷമിപ്പിക്കരുത്. അവരുടെ ഉള്ളം വലിച്ച് കീറരുത്. അവരെ പരസ്യമായി ആക്ഷേപിക്കരുത്. കർത്താവിന് സ്തോത്രം. കെട്ടുവാനും അഴിപ്പാനുള്ള അധികാരം അവരുടെ മേൽ ദൈവം തന്നിട്ടുണ്ട്. മോശയോട് ദൈവം പറഞ്ഞു, നിൻ്റെ കൈ കൊണ്ടാണ് ഞാൻ പ്രവർത്തിച്ച് ഈ ചെങ്കടലിനെ വിഭാഗിച്ചത്. എന്നാൽ നിൻ്റെ കൈ കൊണ്ട് തന്നെ ഞാൻ ഈ ചെങ്കടലിനെ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? മോശ കടലിന്മേൽ കൈ നീട്ടി. പുലർച്ചയ്ക്ക് കടൽ അതിൻ്റെ സ്ഥിതിയിലേക്ക് മടങ്ങി വന്നു. മിസ്രൈമ്യർ അതിനെതിരായിട്ട് ഓടി. യഹോവ മിസ്രൈമ്യരെ കടലിൽ നടുവിൽ തള്ളിക്കളഞ്ഞു. ഹല്ലേലൂയ. മോനെ, ഇന്നത്തെ പ്രതിസന്ധികൾ മാറും, ഇന്നത്തെ രോഗങ്ങൾ മാറും, ഇന്നത്തെ ഞെരുക്കങ്ങൾ മാറും, ഇന്നത്തെ കടബാധ്യത മാറും, ഇന്നത്തെ നിരാശ മാറും, ഇന്നത്തെ ആത്മീയ ജീവിതത്തിലെ ഏകാന്തത മാറും. ഹല്ലേലൂയ. ഇന്നത്തെ ശുശ്രൂഷയുടെ ലെവൽ മാറും. സ്തോത്രം. വെള്ളം മടങ്ങി വന്നു. അവരുടെ പിന്നാലെ കടലിലേക്ക് ചെന്നിരുന്ന രഥങ്ങളെയും കുതിരപ്പടയെയും ഫറവോൻ്റെ സൈന്യത്തെയെല്ലാം മുക്കിക്കളഞ്ഞു. അവരിൽ ഒരുത്തൻ പോലും ശേഷിച്ചില്ല. മോശയോട് പറഞ്ഞു, ദൈവം പറഞ്ഞു, ഇന്ന് കണ്ട മിസ്രൈമ്യരെ നീ ഒരു നാളും കാണുകയില്ല. അതേ പ്രിയരെ, ദൈവം നിങ്ങൾക്ക് ചില ദൂത് തരുമ്പോൾ ഒരുപക്ഷെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതിലും വലുതായിരിക്കും. വലിയൊരു കൂട്ടം ജനത്തെ, അന്നത്തെ ഏറ്റവും വലിയ സൈന്യമായ ആ ഈജിപ്തിൻ്റെ ഫറവോൻ്റെ സൈന്യത്തെ തകർക്കാൻ ആർക്ക് കഴിയുമെന്ന് മനുഷ്യർ ചിന്തിക്കും. എന്നാൽ ദൈവം മോശ മുഖാന്തരം പറഞ്ഞു, ഇന്ന് കണ്ട മിസ്രൈമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. ഫറവോനും രഥവും കടലിലെ മീനിരയായി തീർന്നു. എൻ്റെ പ്രിയരെ ദൈവജനമേ, നിങ്ങൾ ഭയപ്പെടരുത്. എതിർപ്പുകളെ കണ്ട് ഭയപ്പെടരുത്. പോരാട്ടങ്ങളെ കണ്ട് ഭയപ്പെടരുത്. പീഡനങ്ങളെ കണ്ട് ഭയപ്പെടരുത്. ഇല്ലാത്ത കുറ്റം തലയിൽ വെച്ച്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലും മറ്റ് സ്ഥലങ്ങളിലെല്ലാം ഇല്ലാത്ത കുറ്റം ചുമത്തി ജനത്തെ പീഡിപ്പിക്കുന്നു, ജനത്തെ ജയിലിലടയ്ക്കുന്നു. നിങ്ങൾ ഭയപ്പെടേണ്ട. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അഭിനന്ദനവും ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അന്ന് അത്ഭുതം ചെയ്തു. 3 അത്ഭുതം അന്ന് നടന്നു. ഒന്ന്, ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടു. 2, ഇസ്രായേൽ ജനത്തിന് മുന്നോട്ട് പോകാൻ ചെങ്കടൽ തുറന്നു. 3, ഇസ്രായേൽ ജനം മോശയോട് പറ്റിച്ചേർന്നു. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന് സാധ്യമായതൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തോട് താരതമ്യപ്പെടുത്തി നിങ്ങൾ ദൈവത്തിൽ വിശ്വാസമുള്ളവരാകണം. എൻ്റെ ദൈവത്തിന് സാധ്യമായതൊന്നുമില്ല. എൻ്റെ ജീവിതം മാറും. നിങ്ങൾ ദൈവത്തിൽ വിശ്വാസമുള്ളവരാകുകയും അങ്ങനെ നിങ്ങൾ ആത്മീയമായും ഭൗതികമായും അനുഗ്രഹിക്കപ്പെടട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അതിന് കർത്താവ് ഇടയാക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? തീർച്ചയായും നിങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പ്രാർത്ഥിക്കൂ. യേശുവിനോട് പ്രാർത്ഥിക്കൂ. യേശു നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും.
തീർച്ചയായും നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങളുടെ ദൈവമക്കളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാനും പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, വിടുവിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.